കൊല്ലത്ത് നിന്നും 14 കിലോമീറ്റർ അകലെ കരിമണൽ സമ്പത്തിന് പേരുകേട്ട നാടാണ് ചവറ. ചവറയുടെ തെക്കു ഭാഗത്തായി പച്ചപ്പകിട്ടാർന്ന അഷ്ടമുടിക്കായലും പടിഞ്ഞാറ് അറബിക്കടലും സ്ഥിതി ചെയ്യുന്നു. ചവറ എന്ന ഗ്രാമത്തിന്റെ വളർച്ചയിൽ ഗൾഫ് രാജ്യങ്ങളുടെ പങ്ക് ചെറുതല്ല. 1970കളിലും 1980കളിലും കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുണ്ടായ കുടിയേറ്റത്തിന് പ്രധാന കാരണം ഗൾഫ് മേഖലയിൽ കണ്ടെത്തിയ എണ്ണ നിക്ഷേപമാണ്. ഓയിൽ ഷോക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 73ലെയും 79ലെയും എണ്ണയുടെ വിലവർധനവും ക്ഷാമവും എണ്ണയ്ക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളെ മറ്റുള്ളവർക്ക് ആശ്രയിക്കാതെ വയ്യ എന്ന അവസ്ഥയിൽ എത്തിച്ചു. ഈ കേരളത്തിലെ ഗൾഫ് സ്വാധീനം ചില പ്രദേശങ്ങളിൽ കൂടുതൽ പ്രകടമായിരുന്നു. ചവറ, പാലക്കടവ്, കുളങ്ങര ഭാഗം പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് ആദ്യകാല ഗൾഫ് പ്രവാസികളിൽ കൂടുതലും. ഈ പ്രദേശത്തു നിന്നുള്ള ഈഴവ മുസ്ലിം സമുദായങ്ങൾ ഉള്ളവരായിരുന്നു ഇവരിൽ ഭൂരിപക്ഷവും. ഇതിനു പിന്നാലെയാണ് ചവറ ഗ്രാമത്തിൽ നിന്നും ആദ്യകാല പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ എത്തുന്നത്. അതാകട്ടെ 80കളുടെ തുടക്കത്തിലും. ചവറയുടെ ഹൃദയഭാഗത്താണ് ചവറ ജുമാ മസ്ജിദ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏതോ സൂഫി വര്യന്റെ സാന്നിധ്യമുണ്ടെന്ന് പഴമക്കാർ വിശ്വസിക്കപ്പെടുന്ന ഇവിടേക്ക് ഗൾഫ് ഭൂമിന്റെ കാലത്ത് വിസ മോഹികളുടെ പ്രവാഹമായിരുന്നു. കാരണം വളരെ ലളിതം. അറബ് രാജ്യങ്ങളാണല്ലോ വിസ അനുവദിക്കേണ്ടത്. അതിന് അറബി അറിയാവുന്ന തങ്ങൾ വഴി പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ജാതിമത ഭേദമന്യേ വിസാമോഹികളായ വിശ്വാസികൾ ചവറ ജുമാ മസ്ജിദിലേക്ക് ഒഴുകി. ആദ്യം ഒരു ചെറിയ പള്ളിയായി കാണപ്പെട്ട ഇവിടെ ഗൾഫ് പണവും നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ടാകാം എന്ന് വിശ്വസിച്ചു പോരുന്നു. വിസയും വിശ്വാസവും അവിടെ നിൽക്കട്ടെ, നമുക്ക് ചവറത്തോടിന്റെ അന്നത്തെ അവസ്ഥ ഒന്നറിയാം. ചവറക്കായൽ എന്നറിയപ്പെടുന്ന ഇതിന്റെ അരികു ചേർന്ന് പോകുമ്പോൾ തൊണ്ട് ചെയ്യുന്ന ഗന്ധം അറിയാം. 1979ൽ പുറത്തിറങ്ങിയ കായലും കയറിലെ 2 ഗാനങ്ങൾ ചവറ പ്രദേശത്തെ ഗൾഫ് കുടിയേറ്റക്കാരായ ചെറുപ്പക്കാരുടെ വികാരമായി അന്ന് മാറുകയായിരുന്നു. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം, ശരറാന്തൽ തിരിതാണു, മുക്കിലിൻ കുടിലിൽ എന്നീ പാട്ടുകൾ ലേബർ ക്യാമ്പുകളിലെ നാഷണൽ പാനസോണിക് പ്ലെയറിൽ ഇട്ടുകേട്ട ചവറക്കാർ നാടിനെ ഓർത്തും അവിടെ കാത്തിരുന്നവരെ ഓർത്തും നെടുവീർപ്പെടുകയും പോരിത്തെരിക്കുകയും ചെയ്തു. ഈ പാട്ടുകളിലും ദൃശ്യങ്ങളിലും കായലോരത്തെ ജീവിതവും പ്രണയവും അതേപടി പകർത്തി വെച്ചിരിക്കുന്നു. അമ്മമാരുടെ കയർ പിരിച്ചു തഴമ്പിച്ച കൈകളിൽ ഷേഖിന്റെ പടം പതിച്ച ദിനാറും റിയാലും കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവാം. അതായിരുന്നു ആദ്യകാല ചവറയിലെ ഗൾഫ് പ്രവാസികളുടെ അനുഭവവും. പ്രതീക്ഷകളുടെ കടൽ ദൂരം താണ്ടിയാണ് ചവറയിലെ ഓരോ പ്രവാസികളും അക്കരെ എത്തിയിരുന്നത്. പ്രവാസികളുടെ ലോകത്ത് ഇവർ കണ്ട ആഡംബരങ്ങളുടെ പ്രതീക്ഷയും ആകുലതകളുടെ ഇടനാഴിയും ഇന്ന് ചവറ എന്ന ഗ്രാമത്തിന്റെ മുഖം തന്നെ മാറ്റിയിരിക്കുന്നു. അറബി റൊട്ടിയിൽ പ്രാതലും അത്താഴവും സമ്പന്നമാക്കി ഇവർ തന്നെയാണ് ചവറ എന്ന നാടിനെ സമ്പന്നമാക്കിയത് എന്ന് പറയേണ്ടതായി വരുന്നു. ചവറക്കാർക്കിടയിൽ പെട്ടികെട്ടുക എന്നൊരു പ്രയോഗമുണ്ട്. പ്രവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമാണിത്. കന്യാത്രക്കാർക്ക് നാട് നൽകുന്ന സ്നേഹാദരവ്. പെട്ടി പൊട്ടിക്കുക എന്നാണ് മറ്റൊരു വാക്ക്. അത് മടങ്ങി വരവന്റെ ആഘോഷമാണ്. ഗൾഫ് നാടിന്റെ സുഗന്ധവും മധുരം നിറഞ്ഞ ഈന്തപ്പഴവും പിന്നെ വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും, ഇതാണ് പെട്ടി പൊട്ടിക്കുമ്പോൾ പരക്കുന്ന മണം. അതെ, ചവറ എന്ന നാട് എന്നെന്നും ഗൾഫ് രാജ്യങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ അവിടുത്തെ പ്രവാസി ജീവിതത്തോടും.